ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 സെല്ലിംഗ് കാർ ഏതാണെന്ന് ചോദിച്ചാൽ മാരുതി സുസുക്കി ആൾട്ടോ എന്ന് എല്ലാവരും പറയുമായിരുന്നു. ഇൻഫാക്ട് മാരുതി 800-ന് ശേഷം പലരുടെയും ആദ്യ കാറിനുള്ള ഫസ്റ്റ് ചോയ്സും മാരുതി സുസുക്കി ആൾട്ടോ തന്നെയായിരിക്കും. എന്നാൽ റീസെന്റ് ടൈംസിൽ ഇന്ത്യയിലെ ജനങ്ങൾ സേഫ്റ്റിക്കും ഫീച്ചേഴ്സിനും മുൻതൂക്കം കൊടുത്തതുകൊണ്ട് ആൾട്ടോയുടെ സെയിൽസ് വോളിയം പടിപ്പടിയായി കുറഞ്ഞുകൊണ്ടേയിരുന്നു. 2025 ലേറ്റസ്റ്റ് ജനറേഷൻ ആൾട്ടോയെ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. അതൊരു ബോക്സി ലുക്കിംഗ് കാറാണ്. പുതിയ ഫ്രണ്ട് ഗ്രിൽ, മാത്രമല്ല ക്രോം ഗാർണിഷ്, അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ലോവർ ഗ്രില്ലും സിമ്പിൾ ആൻഡ് എലഗൻ ലുക്കിലേക്ക് ഈ വാഹനത്തെ മാറ്റിയിരിക്കുന്നു. സൈഡ് ലുക്കിംഗിൽ സ്റ്റൈലിഷ് ആയ റൂഫ് ലൈൻസും കാണാൻ സാധിക്കും. അലോയ്സ് 13 to 14 ഇഞ്ചസ് ആണ്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് റോയിൽ ഫിക്സഡ് ഹെഡ് റെസ്റ്റ് വന്നാലും സെക്കൻഡ് റോയിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. 7-inch ടച്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ വാഹനത്തെ പവർ ചെയ്യുന്നത് 2 എഞ്ചിൻ ഓപ്ഷനാണ്. 658cc 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ 46 HP പവറും 55 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും. ഇതിന്റെ കൂടെ ഹൈബ്രിഡ് സെറ്റപ്പോടെ 48 HP-യും 58 Nm ടോർക്കോടെ മറ്റൊരു കോൺഫിഗറേഷനിലും വാഹനം പുറത്തെത്തുന്നുണ്ട്. ഹൈബ്രിഡ് വേരിയന്റിന് 30 കിലോമീറ്റർ വരെയാണ് മൈലേജ് കോട്ട് ചെയ്യുന്നത്. ട്രാൻസ്മിഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രീമിയം കാറുകളിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള CVT ഓപ്ഷനെ ഈ എൻട്രി ലെവൽ കാറിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് ഓൾ വീൽ ഓപ്ഷൻ ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നു. ഓപ്ഷണലായിട്ട് ടോപ്പ് എൻഡ് വേരിയന്റിൽ മാത്രമാണ് ഈ ഓപ്ഷൻ നൽകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓഫ് റോഡ് കാപ്പബിലിറ്റിയുള്ള ഒരു കുഞ്ഞൻ കാറ് തന്നെയായിരിക്കും മാരുതി സുസുക്കി ആൾട്ടോ. ഈ വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നു. ഡയമെൻഷനെ കുറിച്ച് നോക്കുമ്പോൾ ഏകദേശം 3.4 മീറ്റേഴ്സ് ലെങ്തിനുള്ളിലാണ് ഈ വാഹനത്തെ നിർമ്മിച്ചിരിക്കുന്നത്. സോ ഓവറോൾ ആയി നോക്കുമ്പോൾ അഡാസ് ഫീച്ചേഴ്സും CVT ഹൈബ്രിഡ് ഓൾ വീൽ ഓപ്ഷനും മാത്രമല്ല കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഡിസൈനിലുമാണ് ഈ വാഹനത്തെ നിർമ്മിച്ചിരിക്കുന്നത്. ആ കാരണം കൊണ്ട് തന്നെ സിറ്റി കാറിന് വേണ്ട പെർഫെക്റ്റ് പാക്കേജ് ആയിട്ടും അത്യാവശ്യം ഓഫ് റോഡ് കാപ്പബിലിറ്റിയുമുള്ള ഒരു വാഹനം. അതാണ് ഈ 2025 മാരുതി സുസുക്കി ആൾട്ടോ. നിലവിലെ ഇന്ത്യൻ മാർക്കറ്റ് വെച്ച് ഇന്ത്യക്കാർ ഫീച്ചേഴ്സ് നോക്കി മാത്രമാണ് ഇന്ന് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഈ 2025 ആൾട്ടോ ഉടൻ തന്നെ ലോഞ്ച് ആകുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ എൻട്രി ലെവൽ ബയേഴ്സിനും വളരെയധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഓഫ് റോഡർ കാപ്പബിലിറ്റിയുള്ള ഒരു എൻട്രി ലെവൽ കാർ തന്നെ ലഭിക്കും. ഈ ആൾട്ടോ 2025-നെ പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.